നമസ്തേ. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായമായ പുരുഷോത്തമ യോഗയിലെ 16-ാമത്തെ ശ്ലോകം. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. 16-ാമത്തെ ശ്ലോകത്തിൽ പരമപുരുഷനായ ഭഗവാൻ പറയുന്നത്, ഈ ലോകത്തിൽ 2 വിധത്തിലുള്ള പുരുഷന്മാരുണ്ട്. ഒന്ന് ക്ഷരൻ, മറ്റൊന്ന് അക്ഷരൻ. ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കളെല്ലാം ക്ഷരനിൽ പെടുന്നു. അവർക്ക് തെറ്റുപറ്റുകയും നാശം സംഭവിക്കുകയും ചെയ്യുന്നു. ആധ്യാത്മിക ലോകത്തുള്ള ജീവാത്മാക്കളെല്ലാം അക്ഷരനിൽ പെടുന്നു. അവർ ഒരിക്കലും നശിക്കുന്നില്ല. ഇതിൻ്റെ ഭാവാർത്ഥം എന്തെന്നാൽ, ഭഗവാൻ വ്യാസദേവനായി അവതരിച്ച് വേദാന്ത സൂത്രം രചിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ശ്ലോകത്തിൽ ആ വേദാന്ത സൂത്രങ്ങളുടെ പൊരുൾ വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഈ ലോകത്ത് 2 തരത്തിലുള്ള ജീവസത്തകളുണ്ട്. ഒന്ന് നാശം സംഭവിക്കുന്നതും ഒന്ന് നശിക്കാത്തതും. പരമപുരുഷന്റെ അംശം തന്നെയാണ് ജീവാത്മാക്കൾ. ഭൗതിക ലോകത്തോടടുത്തിരിക്കുമ്പോൾ നമ്മൾ അതിനെ ജീവഭൂതർ എന്ന് വിളിക്കുന്നു. ക്ഷര സർവാണി ഭൂതാനി എന്നാൽ ശരീരമുള്ളതെല്ലാം നശിക്കുന്നു. മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധം കാരണം നമ്മൾ സ്ഥിരമല്ലാത്ത ഭൗതിക ശരീരങ്ങളിൽ അകപ്പെട്ട് ഉഴലുന്നു. ഭൗതിക ശരീരത്തിലിരിക്കുമ്പോൾ ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവസത്തയ്ക്കും മാറ്റം വരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. ആധ്യാത്മിക ജീവിതത്തിൽ ദേഹം പദാർത്ഥ നിർമ്മിതമല്ല. അതുകൊണ്ട് തന്നെ അത് നശിക്കുന്നുമില്ല. ഭൗതിക ശരീരത്തിൽ ജീവികൾക്ക് 6 തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ജനനം, വളർച്ച, സ്ഥിതി, പ്രത്യുത്പാദനം, ക്ഷയം, നാശം എന്നിവയാണ്. ഇവയെല്ലാം ഭൗതിക ശരീരത്തിൻ്റെ മാറ്റങ്ങളാണ്. എന്നാൽ ആത്മാവിന് വാർദ്ധക്യമോ ജനനമരണങ്ങളോ ഇല്ല. എല്ലാം ഏകഭാവത്തിൽ വർത്തിക്കുന്നു. ആധ്യാത്മിക ലോകത്തുള്ള ജീവാത്മാക്കൾ എന്നും മുക്തരും ഏകീഭൂതരുമാണ്. ഒരു സമുദ്രത്തിൽ തിരമാലകൾ ഉയരുമ്പോഴും താഴുമ്പോഴും അടിസ്ഥാനം എങ്ങനെയാണോ ശാന്തമായി നിലനിർത്തുന്നത്, അതുപോലെ തന്നെയാണ് ശരീരത്തിനുള്ളിൽ മനോവികാരങ്ങൾ മാറുമ്പോഴും ആത്മാവ് നിശ്ചലമായി സാക്ഷിയായി നിലകൊള്ളുന്നു. അതാണ് കൂടസ്ഥൻ എന്ന് പറയുന്നത്.